നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലേഡീസ് ബാൻഡിൽ ഇന്ന് സിനിമാ വിശേഷമാണ്. പട്ടാപ്പകൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി രണ്ട് അതിഥികളാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ പട്ടാപ്പകൽ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ട് പേരാണ് ഇന്ന് ലേഡീസ് ബാൻഡിലെ അതിഥികളായി എത്തിയിട്ടുള്ളത്. കിച്ചു ടെലസും ഒപ്പം ആമിന നിജാമും. രണ്ടുപേർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം കിച്ചുവിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് പട്ടാപ്പകൽ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് പ്രേക്ഷകരുടെ ഒരു ആദ്യ പ്രതികരണം എങ്ങനെയുണ്ട്? ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് ഷോ കണ്ടെന്ന് എല്ലാവരും. ആ, പടം നല്ല വർക്കൗട്ട് ആയിരുന്നു. നമ്മുടെ കോമഡി എന്താ പറയുക, ഒരു ഫൺ എലമെന്റ് ആണ് പടം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഇടി ബഹളം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല പടത്തില്. അപ്പൊ കോമഡി പരിപാടിയൊക്കെ വർക്കൗട്ട് ആയിട്ട് ആളുകളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫാമിലി പടമാണിത്. അതെ, നമുക്ക് ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് മോഡിലുള്ള ഒരു സിനിമയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട് എന്നുള്ളത്. അതെ, ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും ഈ അത്യാവശ്യത്തിന് ഫൺ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ല ടാലന്റഡ് ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു 2-3 പടങ്ങൾ മാത്രമാണ് കോമഡി പരിപാടി ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഇപ്പൊ ഇടിയും ബഹളമാണ് നമ്മുടെ പടം. അതെ അതെ, അങ്കമാലി ഡയറീസ്, അത് കഴിഞ്ഞിട്ട് അജഗജാന്തരം, അതിലൊക്കെ ഒരു അടിപിടി സീരിയസ് റോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്റർടൈൻമെന്റ് മോഡിലേക്ക് കിച്ചുവിനെ കാണുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും അല്ലേ? ഇത്തവണ അടിയില്ല എനിക്ക്. ഫുൾ ഓൺ കോമഡിയാണ്. അതിലെ കോസ്റ്റ്യൂമും അതിലെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തേക്കുന്ന രീതി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, ഒരു ഫുൾ ഓൺ കോമഡി ക്യാരക്ടർ ആണെന്നുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥയാണത്, പട്ടാപ്പകൽ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഓരോരുത്തർക്കും അവരൊരു സ്പേസ് ഉണ്ട് ഈ പടത്തില്. ഒരാൾ മാത്രമല്ല ഹീറോ. അപ്പൊ ത്രൂ ഔട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്ത് പോണ കൊണ്ട് പക്ക പാക്ക് ആയിട്ടിരിക്കുന്നുണ്ട് പടം. ഒരു 2 മണിക്കൂർ താഴെ ഉള്ളു പടം. രസമായിട്ട് കണ്ടിരിക്കാം. തീർച്ചയായും. ചിത്രത്തിലെ നായിക ആമിന കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആമിന, എങ്ങനെയുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഒരു ഷോ കഴിഞ്ഞപ്പോൾ ഉള്ള പ്രതികരണം? ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എന്ത് പറയുന്നു? അവരൊന്നും പുള്ളി പടം കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടു വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഷോ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം അവരിലേക്കൊന്നും ആക്ച്വലി പടം മൊത്തത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ പൊതുവെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. കൂടെയുള്ള ആൾക്കാരൊക്കെ എന്റെ അടുത്ത് വന്ന് നല്ലതായിരുന്നു എന്ന് പറയും. എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ പടം കണ്ടപ്പം എനിക്ക് ശരിക്കും വർക്കായി. ബിക്കോസ് എനിക്ക് കോമഡി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമുക്ക് ഒന്നും ചിന്തിക്കാതെ നമുക്ക് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ് പട്ടാപ്പകൽ. അപ്പൊ എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ബാക്കി പുറത്തൊന്നും ഞാൻ തിയേറ്റർ ഓഡിയൻസ് ഞാൻ കൂടെ ഇരുന്നപ്പോഴും കോമഡിക്കൊക്കെ എല്ലാവരും ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴും എല്ലാവരും നല്ലത് പറഞ്ഞു. സോ മൊത്തത്തിൽ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ കോമഡി സിനിമകളുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മൾ കൂടെ ഇരുന്ന് കാണുമ്പോൾ ആ സീൻ, അതായത് നമുക്ക് വർക്കാകുമോ ഇല്ലയോ എന്ന് സംശയമുള്ള, അതായത് ക്രൂ മെമ്പേഴ്സിന് സംശയമുള്ള സീനുകളായിരിക്കാം. പക്ഷെ അത് ആളുകൾ ഏറ്റെടുക്കുന്നത് ആ സ്പോട്ടിൽ അവരുടെ ചിരി കാണുമ്പോഴാണ്. അത് കാണുമ്പോൾ സിനിമ വർക്കൗട്ടായി എന്ന് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ? ശരിയാണ്, അത് ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി. നമുക്ക് അങ്ങനെ വരുന്ന പടങ്ങൾ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലിക്കൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്റർടൈനർ കോമഡി ഇതെന്ന് പറയുമ്പോ ഇപ്പൊ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ പടങ്ങളില് വേറെ ജോണേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ കോമഡി ഇപ്പൊ കുറച്ചായിട്ട് ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇത് വന്നപ്പോ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയി ഞാൻ. ഓക്കെ, എല്ലാ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു എന്റർടൈനിങ് ഒരു കോമഡി പടം എന്നുള്ള രീതിയിൽ എനിക്ക് പട്ടാപ്പകൽ ഫീൽ ചെയ്തു. അതെ, ഈ എല്ലാ പ്രായത്തിലുള്ളവർക്കും കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കോമഡി ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജാനറിൽ വരുന്ന സിനിമകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ആമിനയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എങ്ങനെയാണ് ആമിനയും കോമഡിയൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണോ? എനിക്ക് ശരിക്കും ഇതിൽ ഒരുപാട് കോമഡി ചെയ്യാൻ ഇല്ല. എന്റെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ അത് കുറച്ചൊരു നാടൻ ഒരു കുറച്ചുകൂടെ ഒരു ഏജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എനിക്ക് അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കോമഡി വർക്ക്ഔട്ട് ചെയ്യാനുള്ള അൺഫോർച്ചുനേറ്റ്ലി ഇല്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും കോമഡി അത്യാവശ്യം, പിന്നെ സിറ്റുവേഷൻ കോമഡിയാണ് ഫുൾ വരുന്നത് പടത്തില്. അപ്പൊ കോമഡി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷെ കോമഡി ആവും. നമ്മൾ കാണുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു തരം ഇതാണ്. അപ്പം
അപ്പൊ ആ കോമഡി എന്റെ ഭാഗം എലമെന്റ്സ് ചേർക്കാൻ അതെ. പറ്റാഞ്ഞതിൽ, അത്തരത്തിൽ അഭിനയിക്കാൻ പറ്റാഞ്ഞതിൽ വിഷമമുണ്ടോ? അങ്ങനത്തെ സീൻ കിട്ടിയില്ല എന്നോർത്ത്? ആ എനിക്ക് അങ്ങനെ ഞാനിപ്പോ പടത്തില് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് കോമഡി ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് കോമഡി എനിക്ക് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കത് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതില് ഐ എം ഹാപ്പി. എന്തായാലും പടത്തില് അത്യാവശ്യം അതെ ഹാപ്പിയാണ്. തീർച്ചയായും. കിച്ചു എങ്ങനെയാണ് ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നത്? ഇതിന്റെ ഒരു ഹോൾ ക്രൂവിനെ കുറിച്ച് സംസാരിച്ചാൽ ടീമിന്റെ ഒരു എനർജി, അവരുടെ ഒരു ആത്മവിശ്വാസം ഒക്കെ എങ്ങനെയാണ് ചിത്രത്തെക്കുറിച്ച്? ഇതിന്റെ ഡയറക്ടർ സജീറിന്റെ കഴിഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ആ. കോശിച്ചായന്റെ പറമ്പെന്ന് പറഞ്ഞിട്ട്. ആ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സജീറും ഇതിന്റെ റൈറ്ററും വന്ന് എൻ്റെ അടുത്ത് കഥ പറയായിരുന്നു. അപ്പൊ ഞാൻ ഈ കഥ കേട്ടിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചത്, ഞാൻ ആപ്റ്റാണോ ഈ ക്യാരക്ടറിന്? ഉം. അപ്പൊ ഇത്രയും നാള് ഞാൻ ചെയ്തേക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വില്ലൻ ടൈപ്പ് പരിപാടികളും അല്ലെങ്കിൽ അങ്ങനത്തെ ഇടിയും ബഹളമൊക്കെ ഉണ്ടാവും എപ്പോഴും നമ്മുടെ കൂടെ. പക്ഷെ ഇത് നേരെ തിരിച്ചാ എനിക്ക് തന്നേക്കണേ. അപ്പൊ അവര് പറഞ്ഞ്, കിച്ചു എന്ന റിയൽ ലൈഫിൽ ആള് കുറച്ച് കൊമേഡി പരിപാടിയൊക്കെ ഉണ്ട്, അപ്പൊ അതെടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നെ തന്നെ ഇവർ എടുത്തത്. പിന്നെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടമായി. ആ പടത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ഒറ്റ ദിവസമാണെങ്കിലും അത് നടക്കുന്ന രസമായിട്ടാണ് അവര് എഴുതിയേക്കുന്നത്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് ഇന്നാവുന്നത്. കിച്ചു തന്നെ ഒരു തിരക്കഥാകൃത്താണല്ലോ. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ, അതായത് ഓരോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ സമീപിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ കിച്ചു ആദ്യം നോട്ട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ ഈ കഥ അതിന്റെ എലമെന്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മുടെ അജഗജാന്തര ആയാലും ഒറ്റ ദിവസം പറയുന്ന ഒരു കഥയാണ്. പക്ഷെ നമ്മളത് അതിന് വേണ്ട പരിപാടികളൊക്കെ ചെയിനായിട്ട് കൊടുത്താൽ മാത്രമാണ് അത് രസം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് കണ്ടിരിക്കുന്നവർക്കൊരു സുഖമായിട്ട് തോന്നില്ല. അതേപോലെ തന്നെയായിരുന്നു ഈ പടം. ഒരു വൺ ഡേ സ്ക്രിപ്റ്റ് ആയതിന്റെ പേരിൽ ഇതിന്റെ കണക്ഷൻ ഭയങ്കര രസമാണ്. നമ്മൾ ഈ പടം കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഈ പടം ഞാൻ ചെയ്യാൻ കാര്യം. ഒരു വലിയൊരു താരനിര തന്നെ ഉണ്ടല്ലോ. ഒരുപാട് നമുക്ക് അറിയാവുന്ന, നമ്മളെപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അഭിനേതാക്കൾ അണിചേരുന്ന ഒരു ചിത്രം കൂടിയാണല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഈ പറഞ്ഞ തൊട്ട് ജോണി ചേട്ടനായാലും പിഷാടി ചേട്ടനായാലും സുധീക് കോപ്പ, ഗോകുലൻ ചേട്ടൻ, രഞ്ജിത്ത് കൺകോള്, ഒരുപാട് പേര്. ഞാൻ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ. കാരണം ഇവരെല്ലാവരും കോമഡി അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രമേശ് ചേട്ടനായാലും എനിക്ക് തോന്നുന്നത് സ്ഥിരം കാണിക്കുന്ന പരിപാടിയെക്കാട്ടി ഒരു ചേഞ്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല രസമായിട്ടുണ്ട് രമേശ് ചേട്ടൻ. ഞാൻ ഇന്നാണ് പടം കണ്ടപ്പോഴാണ് രമേശ് ചേട്ടന്റെ പോർഷൻ കാണുന്നത്. നന്നായിട്ടുണ്ട് പുള്ളി ചെയ്തത്. യെസ്. ആമിന, കൃഷ്ണയാണല്ലേ ഇതിലെ നായകനായിട്ട് എത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു കോംബോ? നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംബോ ആയിട്ടൊന്നുമില്ല. അപ്പൊ നായകൻ നായിക എന്ന് പറയുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇതിപ്പോ ഒരു കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിൻ ആർട്ടിസ്റ്റുകളുണ്ട് കുറെ. അപ്പൊ ഇവരുടെ ഈ ക്യാരക്ടേഴ്സിന്റെ ലൈഫിൽ നടക്കുന്ന, ഇവര് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു പോകുന്നു, ഒരു ദിവസത്തെ ഒരു കാര്യം പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അപ്പൊ ഇതിൽ ആക്ച്വലി നായകൻ നായിക എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മള് പേഴ്സ് അല്ല. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു കഥാപാത്രമുണ്ട്, എനിക്ക് എന്റേതായ ഒരു കഥാപാത്രമുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കോമ്പിനേഷനും ഇല്ല, നമുക്കൊരു കോംബോവും ഇല്ല. അങ്ങനെ ഒരു മെയിൻ സംഭവം ഇല്ല ഇതിൽ. എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു രസം. ആക്ച്വലി പടത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്ന ഒരു സംഭവം. നായകനും നായികയ്ക്കും ഒരു കോംബോ സീൻ പോലും വരുന്നില്ല എന്നാണോ? എല്ലാ ക്യാരക്ടേഴ്സിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രം, അങ്ങനെയാണോ? അതെ അതെ, ആണ്. ആമിനെ സംബന്ധിച്ച് ഈ ടർബോയുടെ ഒരു വിജയാഹ്ലാദമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ടർബോ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര മികച്ച അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് മമ്മൂട്ടിയുടെ കൂടെ കോമ്പിനേഷൻ സീൻസൊക്കെ അഭിനയിച്ച് അത്തരത്തിലൊരു സ്റ്റാറൊക്കെ ആയതിനു ശേഷമാണ് നമ്മുടെ പട്ടാപ്പകൽ അടുത്ത സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ? എല്ലാവരും എന്ത് പറയുന്നു? ആമിനയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞാൻ ഒരുപാട് ഇപ്പൊ ടർബോ ഇറങ്ങി, അത് നല്ല വിജയകരമായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് കരിയറില് ഏറ്റവും ഇത്രയും ദിവസം ഞാൻ ചെയ്തതില് എനിക്ക് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ റെക്കഗ്നിഷൻ കിട്ടിയ ഒരു സിനിമയാണ് ടർബോ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പട്ടാപ്പകലിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻസ്, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ അല്ലെങ്കിലും ഞാൻ വെക്കത്തില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കുമ്പോൾ നമ്മള്
പലപ്പോഴും അത് കിട്ടാതെ വരുമ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. അപ്പൊ എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ വെക്കാറില്ല. നമുക്ക് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നമ്മുടെ മാക്സിമം നമ്മളത് ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. പിന്നെ ബാക്കി അത് ഓഡിയൻസ്, അത് അവരുടെ അവരുടെ അഭിപ്രായം അവർ പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഇല്ല അവരെന്തെങ്കിലും അതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ അത് എടുത്ത് നമുക്ക് അതില് നല്ലതെന്ന് തോന്നുന്നു നമുക്ക് എടുക്കാം. ഇല്ല നമുക്ക് ഓക്കെ ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് അല്ല എന്ന് വെക്കാം. അപ്പൊ അങ്ങനെ ഒരു തരം എന്നെ തന്നെ അനലൈസ് ചെയ്ത് ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ മാത്രമേ എനിക്ക് ത്രൂ ഔട്ട് മൂവി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എക്സ്പെക്ടേഷൻസ് അയ്യോ ഇത് കഴിഞ്ഞു ഇനി അടുത്ത ഹൈ എക്സ്പെക്ടേഷൻസ് ഞാൻ അങ്ങനെ വെക്കുന്നില്ല. നമ്മൾ അങ്ങനെ വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കാറ്. അതെ. ഈ ആമിന പറഞ്ഞതുപോലെ തന്നെ ആമിനെ സംബന്ധിച്ച് ഇതൊരു ബഡ്ഡിംഗ് സ്റ്റേജ് ആയിട്ടാണ് ആമിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോഴും ആമിന ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റെടുക്കും, നല്ല കമൻസിനെ അതിൻ്റെ രീതിയിൽ എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ടർബോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അത് നല്ലതും ഉണ്ടാകും മോശവും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് ഓർത്ത് വെക്കുന്ന ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും പറയാമോ? മോശം എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു തിരുത്തണം, ഒരു കറക്ഷൻ വേണമെന്ന് ഉദ്ദേശിച്ചത് അത്ര തന്നെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സെറ്റില് നമ്മുടെ ടർബോയിലെ ക്രൂ, നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ ഫുൾ ക്രൂ, നമുക്കിപ്പോ എന്തെങ്കിലും കറക്ഷൻസ് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഓൺ ദ സ്പോട്ട് അവരത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു ടേക്ക് എടുക്കുമ്പോൾ തന്നെ അവർ പറയും ഓക്കെ അങ്ങനെ ഇത്രയും നമുക്ക് കൊടുക്കണ്ട, കുറച്ചും കൂടെ സട്ടിലാക്കാം, അല്ലെങ്കിൽ കുറച്ച് ഞാൻ സട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മീറ്റർ കയറ്റി പിടിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ തന്നെ പറഞ്ഞു പോവാറുണ്ട്. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് പോകുന്നത് കാരണം എനിക്ക് ഇത് ഫുൾ ഔട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ ഒരു കറക്ഷൻ പറയേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ അവര് ഹാപ്പിയാണ്, ഞാനും ആക്ച്വലി ഹാപ്പിയാണ് എന്റെ ഇതില്. പിന്നെ ഓഡിയൻസ് പറയുന്നതിൽ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവർക്ക് പറയാനുള്ളത് അവർ അവിടെ തന്നെ പറഞ്ഞു, നമ്മളത് കറക്റ്റ് ചെയ്താണ് പോയിട്ടുള്ളത്. അതെ. മമ്മൂക്ക എന്ത് പറഞ്ഞു ഈ സെറ്റിൽ വെച്ചിട്ട്? നിങ്ങളുടെ ആദ്യത്തെ സീൻ ഏതായിരുന്നു ടർബോയില്? ആദ്യത്തെ കേട്ടില്ല. ആദ്യത്തെ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സീൻ ഏതായിരുന്നു? ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ആക്ച്വലി നമ്മളൊരു പാട്ടിന്റെ സീക്വൻസ് ആയിരുന്നു ഫസ്റ്റ്. പാട്ടിന്റെ അല്ല, സോറി, ഇൻട്രൊഡക്ഷൻ, മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം എടുത്തത്. പുള്ളി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഉള്ള, ലൈക് വണ്ടിയിൽ വരുമ്പോ ഉള്ള ഒരു സീനാണ് ഫസ്റ്റ് മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത്. അതെ. അതെടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം മമ്മൂക്കേനെ പോലെ ഒരു വലിയ ആക്ടർ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പം പേടിയുണ്ടായിരുന്നോ ശരിക്കും? പിന്നെ പേടി ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് ഡയലോഗ് ഇല്ലായിരുന്നു അതിലെനിക്ക് റിയാക്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. പിന്നെ ഡയലോഗ് സീൻ വന്നപ്പോ പിന്നെ പറയണ്ടല്ലോ, നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ പേടിച്ചു. പക്ഷെ പിന്നെ നമുക്കറിയാലോ ഓക്കെ അടുത്ത ദിവസം ഈ ഡയലോഗ് സീനാണ് വരുന്നത് നമ്മൾ നേരത്തെ പറയും. ലൈക് തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അസോസിയേറ്റ്സ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഓക്കെ അടുത്ത ദിവസം ഇതാണ് എടുക്കുന്നത്, നോക്കിയിട്ട് വരണം എന്നുള്ള രീതിയിൽ. അപ്പൊ കഴിയുന്നത് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി, ഒരു ഡയലോഗിന്റെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം വരാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചധികം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ഈ ഡയലോഗ് ഒന്നും തെറ്റണ്ട എന്നുള്ള രീതിയിൽ കഴിയുന്നതും അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം മമ്മൂക്കയുടെ ആ ഒരു ആക്ഷൻ സീനിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ ആമിനെയും. അതെ, ആക്ഷൻ ആക്ച്വലി ഇപ്പം ആക്ഷൻ സീൻസിൽ ഈ ഫൈറ്റിലൊന്നും ഞാൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചേസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കാർ ചേസിൽ ഫുൾ ത്രൂ ഔട്ട് ഞാൻ ഉണ്ട്. അപ്പൊ ആ സമയം അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് വണ്ടിയായിട്ട് വലിയ ബന്ധമുള്ള ഒരാളല്ല ഞാൻ. അപ്പം ആദ്യമായിട്ടാണ് എനിക്ക് വണ്ടിയിലിരുന്ന് അത്രയും സ്റ്റണ്ടുകളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഡിഫറെന്റ് ആയിട്ട്. ബിക്കോസ് ലൈഫിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. അതെ. കിച്ചുവിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കിച്ചുവിന്റെ ആദ്യത്തെ ചിത്രം അങ്കമാലി ഡയറീസ് ആയിരുന്നു അല്ലെ, 2017. എങ്ങനെയാണ് സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്? എങ്ങനെയാണ്? സിനിമ ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള ഒരു മേഖലയായിരുന്നു? നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് വന്നൊന്നും ഉണ്ടായില്ല. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പയ്യെ വരണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഇപ്പൊ ഈ ചെമ്പൻ ചേട്ടൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു കസിനാണ് ചെമ്പൻ. അപ്പൊ അങ്ങനെ ആ പടത്തിലേക്ക് എനിക്കൊരു ഓഡിഷൻ വിളിച്ചു വന്നു. അങ്ങനെയാ ഞാൻ അങ്കമാലിയിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായിട്ടുള്ള സൗഹൃദവും
പിന്നെ അങ്ങനെ സിനിമ ഇവിടം വരെ ആയി, സിനിമകളായി, ഇങ്ങനെയായി. അപ്പൊ അന്നേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, എഴുത്ത് എന്താന്ന് വെച്ചാൽ എന്റെ ലൈഫ് ഈ പറഞ്ഞ കൂട്ട് ആനയും പരിപാടിയൊക്കെ എന്റെ പേരിൽ കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഉം. കുറെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ അനുഭവങ്ങളും എല്ലാം ക്ലബ്ബൊക്കെ ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ കുറെ സ്റ്റോറി ഞാൻ പറയും എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ, തമാശകളൊക്കെ ഇട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം അത് കൊള്ളാലോടെ പരിപാടി, അത് സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് സ്ക്രിപ്റ്റിംഗ് പരിപാടിയിലേക്ക് തിരിഞ്ഞത്. ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്, വലിയൊരു ആനപ്രേമിയാണ് കിച്ചു എന്നുള്ളതും അങ്ങനെയാണ് അജഗജാന്തരത്തിന്റെ ആ ഒരു പ്ലോട്ടിലേക്ക് എത്തുന്നതും അതിലൊരു കഥാപാത്രമായിട്ട് തന്നെ കിച്ചു വരുന്നതും എന്തൊക്കെയുള്ളത്. അതെ, എങ്ങനെയാണ് ഈ അതെ. ആനപ്രേമത്തിന്റെ കഥ എവിടുന്നാ തുടങ്ങുന്നത്? ആനപ്രേമം ചെറുപ്പം പോലെ ഉണ്ട്. ആ. ചെറുപ്പം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അപ്പൻ തന്നെ ചെറിയ ആനപ്രേമിയാണ് പുള്ളി. ആ. അപ്പൊ പുള്ളി ചെറുപ്പത്തിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ എന്നെ കൊണ്ട് പോയി 3-4 വയസ്സുള്ളപ്പോ തൊട്ടേ. അപ്പൊ അങ്ങനെ ആനയെ കണ്ടു, മേള. അപ്പൊ ഞാൻ ചെണ്ടയൊക്കെ കൂട്ടി പഠിച്ചിട്ടുണ്ട്, ചെണ്ട കൊട്ടും. അപ്പൊ എനിക്ക് എന്റെ സൈഡിൽ കൂടി ആന എന്നുള്ളത് എന്റെ എന്താ പറയാ ഭയങ്കര ജീവൻ നമുക്ക്. അപ്പൊ അങ്ങനെ നടന്നു 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 ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാരും ചോദിക്കും, ഈ ആനയുടെ പുറകെ നടന്ന് നീ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ധൈര്യമായിട്ട് പറയാം, ഒന്നല്ലെങ്കിൽ ഒരു പടമെങ്കിലും ഞാൻ ചെയ്തു. അതെ അതെ മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു ഉത്സവം, കൊറോണ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് അടിപൊളി ഒരു പടം വരുന്നില്ല നമ്മുടെ പടം. അത് വലിയ സന്തോഷം. അതെ അതെ ഇതിനിടയ്ക്ക് ആനയെ ലീസിനെടുത്തു എന്നൊക്കെയുള്ള ഒരു കഥകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നല്ലോ. എന്റെ പരിപാടി അതായിരുന്നു സിനിമയിൽ ഓ. വന്നേക്കും മുന്നേ. ആ. കാരണം ആന നമ്മൾ ലീസിന് എടുത്തിട്ട് അമ്പലത്തിലേക്കൊക്കെ വിടുമല്ലോ, അമ്പലം ഓ ഫെസ്റ്റിവൽ അത് പരിപാടി ശരി. ആ. വിടുമ്പോൾ. അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ സിസ്റ്റം. എനിക്ക് അതാണ് ആ. എന്റെ ഇപ്പൊ സിനിമ ഇല്ലെങ്കിൽ എനിക്ക് ആന, ആ ഇപ്പോഴും എനിക്ക് ജീവിതം ആന ആകപ്പാടെ നമ്മുടെ ജീവനാണ്. ചുറ്റപ്പെട്ടിരിക്കുന്ന ആനയുമായിട്ടാണല്ലേ ബന്ധപ്പെട്ട്? ഏ, ജീവിതമേ ചുറ്റപ്പെട്ടിരിക്കുന്നത് ആനയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ എന്ന്. സത്യം. അത് എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, ഞാൻ എന്റെ സുഹൃത്തുക്കളായാലും ഏത് മനുഷ്യനെ ഞാൻ ആനയായിട്ട് കമ്പയർ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ ആനകൾക്കും ഓരോ സ്വഭാവ രീതിയാണ്, മനുഷ്യന്മാർക്കും ഓരോ സ്വഭാവ രീതിയാണ്. അപ്പൊ അതേപോലെയാണ്. അപ്പൊ എന്റെ വൈഫിനോട് ഞാൻ പറയും, എന്നെ അഴിക്കാൻ പറ്റിയ ഒരു ആന ആയതുകൊണ്ടാണ് ഞാൻ അവളെ കെട്ടിയത്, നല്ലൊരു പിടിയാന ആയതുകൊണ്ട്. ലൈഫിലും ഒരു കമ്പാരിസൺ എനിക്ക് ഉണ്ട് ആനയായിട്ട് എല്ലാ കാര്യത്തിലും. അത് ശരി. നമ്മുടെ ആമയിലെ പറഞ്ഞോളൂ കടയുടെ പറഞ്ഞോളൂ തുടർന്നോളൂ. ഡിഫറെന്റ് സ്റ്റോറീസ് എന്നാണ്. ഓ ശരി ശരി. ആമിനയിലേക്ക് വരുമ്പോൾ ആമിന ഇതേപോലെ അഭിനയത്തിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പഠിത്തം പോലും നിർത്തിയിട്ടാണ് സിനിമയിലേക്ക് വന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആണല്ലേ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്? അതെ അതെ. എങ്ങനെയായിരുന്നു ആ കഥ? അത് ശരിക്കും ഞാൻ എഞ്ചിനീയറിംഗ് ഇഷ്ടമില്ലാതെ പോയി ജോയിൻ ചെയ്തതോ അങ്ങനെയൊന്നും അല്ല. ഞാൻ കുറച്ച് ഒരു സ്റ്റുഡിയസ് കുട്ടിയായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ തന്നെയായിരുന്നു താല്പര്യം കേട്ടോ. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇതല്ല എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ. പഠിക്കുമ്പോൾ എനിക്കത് കുഴപ്പമില്ല, പക്ഷെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും പഠിക്കുന്ന പോലെ അല്ല. എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതകാലം മൊത്തം ഇത് തന്നെയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ രാവിലെ എണീക്കും, നമ്മൾ എന്നും ഒരു ഓഫീസിൽ പോവും അല്ലെ ഒരു സൈറ്റിൽ പോവും, അവിടുത്തെ ഇത് സൂപ്പർവൈസ് ചെയ്യും, തിരിച്ചു വരും. ഇത് തന്നെയാണോ എനിക്ക് എന്ന് ചെയ്യേണ്ടത് എന്ന് എന്നോട് ഞാൻ തന്നെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതല്ല എനിക്ക് ചെയ്യാൻ താല്പര്യം. അപ്പൊ പിന്നെ എന്ത് എന്നുള്ളതായിരുന്നു പിന്നെ ഞാൻ അന്വേഷണം നടന്നത്. എനിക്ക് എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹം. അന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമയാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് എന്ത് ചെയ്താലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ വാട്ട് ഡു ഐ വോണ്ട് ടു ഡു, വാട്ട് ക്യാൻ ഐ ഡു, അല്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്താൽ നല്ലത്, എനിക്ക് സന്തോഷം കിട്ടുന്നത് പേഴ്സണലി. അത് മാത്രമല്ല എനിക്കും എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ ഓഡിഷൻസിന് പോയി തുടങ്ങുകയും പിന്നെ ഓഡിഷൻ കിട്ടുകയും പിന്നെ ഗ്രാജുവലി ഇതിലേക്ക് വരികയും ചെയ്തത്. ഫസ്റ്റ് സിനിമ അഞ്ചാം പാതിരയായിരുന്നു അല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി? ഓഡീഷൻ വഴി, ഫോർമൽ എൻട്രി വഴിയാണോ സിനിമയിലേക്ക് വരുന്നത്? അത് ഓഡിഷൻ വഴി തന്നെയായിരുന്നു. ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടർ റോൾ ചെയ്തത്. ലൈക് ആദ്യം ആക്ച്വലി നായികൻ എന്ന് പറയുന്ന ഒരു ആക്ടിംഗ് റിയാലിറ്റി ഷോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഓ അത് ശരി. ലാജു സാറിന്റെ. അതെ അതെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അഞ്ചാം പാതിര ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത്. അതിനുശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പം എത്ര സിനിമ ചെയ്ത് കഴിഞ്ഞു ആമിന? ഇപ്പോ അഞ്ചാം പാതിര കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ടേബോ കഴിഞ്ഞു, പിന്നെ റിലീസ് ആവാൻ പിന്നെ പട്ടാപ്പകൽ എന്തായാലും ഇപ്പൊ റിലീസായി. ഇനി റിലീസ് ആവാനുള്ള 2 പടങ്ങളും കൂടെ ഉണ്ട്. ടർക്കിഷ് തർക്കം, പിന്നെ ഒരെണ്ണം കൂടെ 6-ാം തിരുകൽപ്പന.
മനോഹരമായ കുറെ ഗാനങ്ങളും ഉണ്ട് ചിത്രത്തിൽ. അത് ചിത്രത്തിനെ കൂടുതൽ കളർഫുൾ ആക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ നേരത്തെ ഈ പാട്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ 3.2 മില്യൺ ഒക്കെ കഴിഞ്ഞു ഈ സോങ്ങിൻ്റെ വ്യൂവേഴ്സ്. ഒരുപാട് കമൻസും വരുന്നുണ്ട്. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കിലാണ്, ജാസി ഗിഫ്റ്റ് ആണ് പാടിയിരിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് കൂടി ഈ ചിത്രത്തിലുണ്ട് അല്ലേ? അതെ, ഈ പറഞ്ഞ കൂട്ടിട്ട് ഇപ്പൊ കേട്ട പാട്ട് ഷാൻ ചേട്ടൻ ചെയ്ത പാട്ടാണ്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അതേപോലെ തന്നെ ഇതേപോലെ ഒരു 3 പാട്ടും കൂടി ഈ പടത്തിൽ വരുന്നുണ്ട്. മൊത്തം 3 പാട്ടാണ് നമ്മുടെ പടത്തില്. എല്ലാം ഷാൻ റഹ്മാൻ തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ക ഒരു ഫൺ, ഒരു ഫാമിലി പരിപാടി. ഒരു 2 മണിക്കൂർ താഴെ ഉള്ളു പടം, 1:50 ഉള്ളു. അത്രയും ടൈം കൊണ്ട് രസകരമായിട്ട് കണ്ടുപോകാവുന്നൊരു പരിപാടി. കിച്ചുവിൻ്റെ ഒരു സിനിമ ജീവിതം അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ കിച്ചുവിനെ ത്രസിപ്പിക്കുന്നത് എന്താണ് സിനിമ എന്നുള്ള കലയിൽ? സിനിമ എന്നൊരു എനിക്ക് തോന്നിയത് ഓരോ ക്യാരക്ടറുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു രസം, ത്രില്ലടിപ്പിക്കുന്ന ഒരു സാധനം. എത്രയോ ആളുകൾ നിന്നിരുന്ന ഒരു മേഖലയാണ് ഈ സിനിമ. അതിൻ്റെ അകത്തൊരു ഭാഗമാവാൻ സാധിച്ചത് വലിയ കാര്യമല്ലേ? ഈ പറഞ്ഞ കൂട്ട് ഞാനൊന്നും പരീക്ഷ പോലും മര്യാദക്ക് എഴുതിയിട്ടില്ല, എന്നിട്ടൊരു എഴുത്തുകാരനായി. അപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം എന്റെ പഠിപ്പിച്ച ടീച്ചർ കണ്ടപ്പോഴും ചോദിച്ചതാണ്, കിച്ചുവൊക്കെ എങ്ങനെ എഴുത്തുകാരനായി എന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് സിനിമ. പക്ഷേ ഈ തിരക്കഥ എഴുതുമ്പോഴൊക്കെ അതൊരു ട്രെയിനിങ് ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ എഴുതാൻ പറ്റുന്ന കാര്യം വല്ലതും ആണോ? എങ്ങനെയാണ് കിച്ചു അതിലേക്ക് എത്തുന്നത്? ഞാൻ കുറെ ആളുകളെടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സിസ്റ്റം എങ്ങനെ, ഫോർമാറ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് നമ്മുടെ ലിജോ ചേട്ടനായാലും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് തോന്നുന്നത് അതെല്ലാം എഴുതണം ശരിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടേതായ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴാണ് എവിടെയൊക്കെയാണ് അതിന്റെ തെറ്റ്, നല്ലത് എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. പിന്നെ ഈ പറയുന്നത് ഡയറക്ടറും ബാക്കിയുള്ള ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടേതും കൂടി ഓപ്ഷൻ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ കാണുന്ന ഒരു സിനിമയിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ എഴുത്തുകാരന്റെ മാത്രമായിരിക്കില്ല സിനിമ. പക്ഷെ എങ്കിലും നമുക്കൊരു ഫോർമാറ്റ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഈ പറഞ്ഞ തൊട്ട് ഡിസ്കഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ പരിപാടി. അപ്പോൾ പുതിയ തിരക്കഥയുടെ പണിപ്പുരയിലാണോ? പുതിയ ഏതെങ്കിലും സിനിമ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. 2 പരിപാടികളിൽ എഴുത്തിൽ നടക്കുന്നുണ്ട്. അനൗൺസ് ചെയ്യാറായിട്ടില്ലേ? ഒരെണ്ണം നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ അപ്പാനി ശരത്ത് ഹീറോ ആയിട്ട് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ്, ഒരു കള്ളന്റെ പരിപാടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ജോഷി ജോൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്യുന്ന പടം. ശരി ശരി. ആമിന ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം പുതിയ പുതിയ ഓരോ സിനിമകൾ, പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ആമിനയ്ക്ക് ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു ചിത്രം അത് എങ്ങനെയാണ്? ഒരു കഥാപാത്രം അതെങ്ങനെയാണ്? എനിക്കിപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിനിമയാണ് ചെയ്യാൻ താല്പര്യം. അത് ഇങ്ങനത്തെ ഇത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കണം, ഇങ്ങനത്തെ സിനിമ മാത്രമായിരിക്കണം, അങ്ങനെ ഞാൻ ഒരു ഇത് റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല. ഇപ്പൊ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണല്ലോ. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതും അതാണ്. നമുക്ക് പല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാം, പല രീതിയിൽ ചേഞ്ച് നമുക്ക് വരുത്താം. അപ്പം ഞാൻ അത്രയും ഞാൻ ചിന്തിച്ചില്ല ഇത് മാത്രം അത് മാത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് എന്താണോ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്, എനിക്ക് എന്താണോ നല്ലതായിട്ട് തോന്നുന്നത്, ഐ എം ഓപ്പൺ ടു ദാറ്റ്. എന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ അതില് റെസ്ട്രിക്ഷൻ ഇല്ല. ഞാനിങ്ങനെ ഇത് മാത്രം ഈ പറഞ്ഞ പോലത്തെ ഈ ക്യാരക്ടർ ഇത് തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ നമുക്കൊരു ഫേവറേറ്റ് നായിക ഉണ്ടാവുമല്ലോ, ഒരു നടി ഉണ്ടാവുമല്ലോ. അപ്പം അവർ ചെയ്ത കഥാപാത്രങ്ങൾ അതെനിക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാറില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരാഗ്രഹം? അങ്ങനെ ഇപ്പൊ ഒരുപാട് മൂവീസ് കാണുമ്പോ നമുക്ക് ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് പേഴ്സണലി, ഞാൻ ഇങ്ങനെ ഇതെങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇത് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഇതിന് ഡയലോഗ് പറയുന്നത്, എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത് ചെയ്യണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള വളരെ കുറച്ച് ഇതാണ്. ഇപ്പം ബർഫിയില് രൺബീർ കപൂർ ചെയ്ത അല്ലെങ്കിൽ പ്രിയങ്ക ചോപ്ര ചെയ്ത പോലത്തെ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒരു
വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ചൊരു ഡിഫറൻഷ്യലി ഏബിൾഡ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്പീരിയൻസും കൂടും. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പോ ചെയ്തു വെച്ച പെർഫോമൻസിനെക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ എനിക്ക് ആ ക്യാരക്ടർ കണ്ടപ്പോ എനിക്ക് തോന്നി, ഓ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് തോന്നി, അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ. അങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കുമോ? പ്രിയങ്ക ചോപ്രയുടെ ആ ക്യാരക്ടറിന്റെ മാനറിസംസ് ഒക്കെ ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കാറുണ്ടോ? അങ്ങനെ ഒരു ശീലം ഉണ്ടോ? ഞാനിപ്പം ഒരു സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഞാനിപ്പോ ഒരു പടം കാണുകയാണെങ്കിൽ കുറച്ചു നേരം ഞാൻ ആ ഒരു ഇതിലായിരിക്കും. പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും പടം എന്റെ തലേന്ന് പോകത്തില്ല. കുറച്ചു നേരം അതിന്റെ ഹാങ് ഓവറിലേക്ക് അതിന്റെ ക്യാരക്ടേഴ്സിന്റെ കാര്യം ഞാൻ ഇരുന്ന് ചിന്തിക്കും. ചില സമയത്ത് എനിക്കിപ്പോ ഇത് റീവാച്ച് ചെയ്യണമെന്ന് തോന്നിയ ചില സീൻസ് റീവാച്ച് ചെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. അപ്പൊ ഞാനത് റീ എനാക്ട് ചെയ്യാറില്ല ശരിക്കും. പക്ഷെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. പക്ഷെ എപ്പോഴും ഞാനത് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, ഒരു നല്ലൊരു എക്സസൈസ് ആയിരിക്കും. പക്ഷെ എപ്പോഴും ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അതെ. അപ്പോൾ ഇനി പുതിയ പുതിയ സിനിമകളും സ്ക്രിപ്റ്റുകളും ഒക്കെ ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്രൂ ആയിരിക്കുമോ നോക്കുന്നത്, അതോ അതിന്റെ കഥയും കഥാപാത്രവും ആയിരിക്കുമോ നോക്കുക? കഥാപാത്രമാണോ അതോ സ്റ്റോറിയാണോ ഉദ്ദേശിച്ചത്? അതായത് കഥയില് ആമിനയുടെ കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ എന്നതായിരിക്കുമോ നോക്കുന്നത്, അതോ നല്ലൊരു ടീമാണോ? ഏത് ഫാക്ടർ ആയിരിക്കും പെട്ടെന്ന് ആകർഷിക്കുക? അത് നമുക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. ഇപ്പൊ ചില പടത്തിൽ നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും ഭയങ്കര നല്ലത്, നമ്മൾ അതുകൊണ്ടായിരിക്കും ആ പടം ചൂസ് ചെയ്തത്. ചിലപ്പോ ആ ടീം നല്ലതായതുകൊണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ രണ്ടും ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ, രണ്ടും ഞാൻ നോക്കി ചെയ്യാറുണ്ട്. ഒരു ടീമിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനൊരു അവസരം വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് അതും നോക്കും. അതേപോലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യമുള്ള, എനിക്ക് ആക്ട് ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ വരാണെങ്കിൽ ചിലപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും. രണ്ടും ഞാൻ നോക്കാറുണ്ട്. കിച്ചു, അപ്പൊ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പട്ടാപ്പകലിനെ കുറിച്ച് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്തായിരിക്കും? എല്ലാവരും ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ പടം റിലീസായിരിക്കുകയാണ് പട്ടാപ്പകല്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. പക്ക ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഫൺ സിനിമയാണത്. ഒരൊറ്റ ദിവസം നടക്കുന്ന ഒരു ചെറിയൊരു കഥ, ഒരു തമാശ, ഫുൾ കോമഡി ആയിട്ട് തന്നെ കാണാം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ കാണുക, പടം വിജയിപ്പിക്കുക. തീർച്ചയായും. അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാവർക്കും നല്ലൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് ഇവർക്ക് തരാനുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം കിച്ചു, ആമിന ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും. താങ്ക് യു സോ മച്ച്. ലേഡീസ് ബാൻഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.